ഹലോ ഗൈസ്, ക്രിസ്മസ് ന്യൂ ഇയർ മനിയത്തൊരു പെണ്ണ് കാണലും അങ്ങനെ സംഭവബഹുലമായ 2 ആഴ്ച നീണ്ട വെക്കേഷന് ശേഷം ഞങ്ങൾ തിരിച്ച് മുംബൈയിലേക്ക് പോവാണ്. കോട്ടയത്ത് നിന്ന് മുംബൈ LTTയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വെളുപ്പിന് 3:30 ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. സീസൺ ടൈം ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടാനേ ഇല്ലായിരുന്നു. പിന്നെ 3 ദിവസം നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് ടിക്കറ്റ് ഓക്കെ ആയത്. ഒട്ടും കൺവീനിയന്റ് അല്ലാത്ത ടൈം ആയിരുന്നെങ്കിൽ പോലും നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഹെവിക്കുട്ടനാണെങ്കിൽ തണുത്ത് വരച്ച് പപ്പയും കെട്ടിപ്പിടിച്ച് സ്നോമാൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നതാട്ടോ നിങ്ങൾ ഈ കാണുന്നേ. അങ്ങനെ ഞങ്ങൾ പപ്പയോടും മമ്മിയോടും യാത്ര പറഞ്ഞു. ഞാനും ഇച്ചാച്ചയും ഹെവിക്കുട്ടനും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടും കൂടിയാട്ടോ യാത്ര തിരിക്കുന്നത്. ട്രെയിനിലൊക്കെ കയറി ഒന്ന് സെറ്റായി കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. രാവിലെ ക്ലീനർ ചേട്ടൻ വന്ന് ട്രെയിൻ എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ എണീക്കുന്നതിന് മുന്നേ ഹസ്ബൻഡ് എടുത്ത വീഡിയോ ആട്ടോ. ഞാൻ കണ്ണും തിരുമ്പി എണീറ്റ് വന്നപ്പോൾ കണ്ടത് ഭാരതപ്പുഴയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഈ ഒരു സീനിക് ബ്യൂട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ. സാധാരണഗതിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തെടുക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ ഇത്തവണ ഒത്തിരി നേരത്തെ ആയതുകൊണ്ട് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നില്ലല്ലോ. അതുകൊണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് കഴിക്കാമെന്ന് കരുതി എവിക്കുള്ള ബ്രെഡും ജാമും പഴവും ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പോൾ അപ്പവും കടലക്കറിയാട്ടോ മേടിച്ചത്. അത്ര വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതിരുന്ന് കഴിച്ചു. ട്രെയിൻ യാത്രയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിൻഡോ സൈഡിലിരുന്ന് കാഴ്ച കാണുക എന്നുള്ളത്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. എവിക്കുട്ടൻ വീട്ടിൽ നിന്ന് കുറച്ച് ടോയ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. കണ്ണൂർ എത്തിയപ്പോൾ ഞങ്ങൾ ഓരോ പഫ്സ് മേടിച്ചു. എന്റെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് നല്ല പഫ്സ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു, കഴിക്കാനും നല്ലതായിരുന്നു. അതൊക്കെ കഴിച്ച് ചില്ല് ചെയ്തോണ്ടിരുന്നപ്പോൾ എവിക്കുട്ടൻ എവിടെ നിന്നില്ലാത്തൊരു സ്നേഹപ്രകടനം. പിന്നെ ഉമ്മ തരലായി, കാഴ്ച കാണലായി, പാട്ട് കേൾക്കലായി, അങ്ങനെ പല പരിപാടികൾ. എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? പ്രത്യേകിച്ച് ട്രെയിൻ യാത്രകളിൽ ഒരു മെയിൻ ഏരിയ വിട്ട് കഴിഞ്ഞാൽ ആരുടെയും ഫോണിൽ റേഞ്ച് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഫോണിൽ നോക്കി തലകുമ്പിട്ടിരിക്കുക എന്നുള്ളൊരു ഐഡിയ ഇവിടെ വർക്ക് ആവത്തില്ല. എത്ര നേരം എന്ന് വെച്ചാൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നേ. അപ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങും. അങ്ങനെ സംസാരിച്ച് നമ്മൾ യാത്രക്കാർക്കിടയിൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ആവും കേട്ടോ. എവിക്കുട്ടൻ്റെ പ്രായത്തിലുള്ള കുറച്ച് ഫ്രണ്ട്സിനെ എവിക്കുട്ടനും കിട്ടിയിരുന്നു. ഇതിൻ്റെ ഇടയിൽ നേരെ വരട്ടി തുടങ്ങി. രാത്രിത്തെ നമ്മുടെ ഫുഡ് രത്നഗിരിയിലെ സ്റ്റേഷനിൽ ഡെലിവറി ചെയ്യാൻ പാകത്തിനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് പറ്റിയെന്നുള്ളത് ഞാനൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് കയറി കാണണേ. അങ്ങനെ കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മുംബൈ LTTയിലെ സ്റ്റേഷനിലെത്തി. വെളുപ്പിന് 3:30-4 മണി ആയതുകൊണ്ട് ഉറക്കച്ചടവ് മാറാതെ എവിക്കുട്ടൻ അങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങി വന്നു. ഒരു യൂബർ എടുത്ത് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. നമ്മൾ ലഗേജ് എല്ലാം കയറ്റി വെച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ 2 ആഴ്ചത്തെ ഒരു ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെക്കേഷന് ശേഷം നമ്മൾ തിരിച്ച് മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പൊ ശരി, മിണ്ടി മറിഞ്ഞിരിക്കാനായിട്ട് അടുത്ത ദിവസം വരാം. ബൈ ഫ്രം ടെസു ടോക്സ്.